ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാർട്ടൂൺ പിക്ചർ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ടൂൺമി എന്ന ആപ്പാണ് ഓപ്പൺ ചെയ്യുന്നത്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയാൽ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ആപ്പ് ഓപ്പൺ ചെയ്താൽ അതിൽ ഫസ്റ്റ് തന്നെ വരുന്ന ഒരു കാർട്ടൂൺ പിക്ചർ ഉണ്ട്, അത് സെലക്ട് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിന് താഴെ ആയിട്ട് നമുക്ക് വേണ്ട ഫോട്ടോസ് ഗാലറിയിൽ നിന്ന് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ വേണ്ട ഫോട്ടോസൊക്കെ ഓരോന്നായി സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ കാർട്ടൂൺ പിക്ചർ ആക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇതിൽ ഒരു ഫോട്ടോ കാർട്ടൂൺ പിക്ചർ ആയിട്ടാണ് ആഡ് ചെയ്ത് കാണിക്കണുള്ളൂ. അപ്പോൾ ഇതേപോലെ എല്ലാതും ഇങ്ങനെ ഓരോന്നായി സെലക്ട് ചെയ്തിട്ട് കാർട്ടൂൺ പിക്ചർ ആയിട്ട് സേവ് ചെയ്യാണ് വേണ്ടത്. നെക്സ്റ്റ് ഇൻഷോട്ട് ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ കാർട്ടൂൺ പിക്ചർ ആക്കിയ പിക്ചേഴ്സൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. ഇൻഷോട്ടിൽ പോയിട്ട് ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് താഴെ കട്ടൗട്ട് എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് മുന്നേ പറഞ്ഞ പോലെ തന്നെ ഏതൊക്കെ ഫോട്ടോസാണ് നിങ്ങൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഫോട്ടോസൊക്കെ ഇതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തെടുക്കണം. നെക്സ്റ്റ് പിക്സാർട്ട് എന്ന ആപ്പാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് കാണുന്ന പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ട് കളർ ചൂസ് ചെയ്യാം. അപ്പോൾ അതിങ്ങനെ സെലക്റ്റായി വരും. ഇനി താഴായിട്ട് ടൂൾസിൽ ക്രോപ്പ് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ക്രോപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ സ്റ്റോറിയാണ് സെലക്ട് ചെയ്തത്. ഇനി താഴെ ആയിട്ട് ആഡ് ഫോട്ടോ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ട ഫോട്ടോസൊക്കെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് സെലക്ട് ആക്കിയ ഫോട്ടോസൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോ ഫോട്ടോസ് സെലക്ട് ചെയ്തിട്ട് ക്രോപ്പ് ചെയ്തിട്ട് വെക്കാം. പിന്നെ നിങ്ങളിങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഫോട്ടോസ് ഫ്രണ്ടിലേക്കോ ബാക്കിലേക്കോ ആക്കണമെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോൻ്റെ മുകളിൽ സൈഡിലായിട്ട് ലെയേഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഫോട്ടോസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആക്കാം. പിന്നെ ഫോട്ടോസ് അവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ ലോക്ക് ഐക്കൺ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ടെക്സ്റ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.